നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എവിടെയാണ് അത് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അത് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ആർക്കെല്ലാമാണ് ഇത് ലഭിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാടുകളിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ വിധവകളായ ആളുകൾ, കാർഷിക പെൻഷൻ, അങ്ങനെയുള്ള പെൻഷനാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുകയാണ് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക. അതിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊന്നും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകളുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതായത് വെള്ള, നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയാത്ത ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഓൺലൈൻ സ്മാർട്ട് വഴിയായിരിക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പണം തുടങ്ങിയിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷന് നോട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു അപേക്ഷ ഉണ്ടായിരിക്കുക. നമ്മൾ സാധാരണ പെൻഷൻ അപേക്ഷിക്കുന്ന പോർട്ടൽ തന്നെയായിരിക്കും ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖ, അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, മുദ്രാരേഖയും, നമ്മുടെ താമസം തെളിയിക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ചുവപ്പ് റേഷൻ കാർഡോ മഞ്ഞ റേഷൻ കാർഡോ ഉപയോഗിക്കുന്ന തെളിയിക്കാൻ റേഷൻ കാർഡ്, എന്നിങ്ങനെ രേഖകളായിരിക്കും നമുക്ക് ഇതിന് ആവശ്യമുണ്ടായിരിക്കുക. ഇത്രയും രേഖകൾ വെച്ച് നമുക്ക് സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും. ആ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക. മസ്റ്ററിങ്ങിൻ്റെ കാര്യവും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിൻ്റെ രീതിയുമൊന്നും സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഏതായാലും പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ അപേക്ഷ ഉണ്ടായിരിക്കുക. നമുക്കറിയാം, പഞ്ചായത്ത് ഒരു ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. പക്ഷേ തന്നെ അതിനു മുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അർഹതയുണ്ടായിട്ടും വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും അന്ന് കൊടുത്ത അപേക്ഷയിലെ PO കാരണമോ മറ്റോ ആയിരിക്കും ഇപ്പോഴും വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിന് താഴെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ BP ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ അതിൻ്റെ രേഖ, സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം രേഖകൾ വെച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫോൺ മുഖേനയും എല്ലാതെയും നിങ്ങളൊരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ ചുവപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ ചിലപ്പോൾ ഉണ്ടാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ജോയിൻ ഒരു ബട്ടൺ കാണിക്കും. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി നൽകുന്നതാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ദിവസം തന്നെ 1000 മേലെ കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ കമൻറ്റിൽ ചിലപ്പോൾ നമുക്ക് മറുപടി പറയാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാട്സപ്പിൽ സൗകര്യം നൽകിയിട്ടുള്ളത്. ദിവസം 1 രൂപ മാത്രമാണ് ഇതിന് ചിലവാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ